ഇന്ന് നമുക്കൊരു അടിപൊളി കറി പരിചയപ്പെടാം. ഇതാണ് സാമ്പാർ ചീര കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോണത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലക്കോ അല്ലാന്നുണ്ടെങ്കിൽ ചീരയുടെ ഇല അതുപോലത്തെ എന്തെങ്കിലും ഇലകൾ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഉള്ളിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ കറിയുടെ പ്രധാന ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ ഒരു കറി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. വൈറ്റമിൻ എ ബി സി എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മസാല നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക്. അത്യാവശ്യം ഇച്ചിരി എണ്ണ കൂടുതൽ എടുക്കുക കേട്ടോ. അതിനുശേഷം കടുക് പൊട്ടിക്കുകയാണ്. അതിനുശേഷം ഇച്ചിരി വലുപ്പത്തിൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, അതായത് ഉള്ളിപ്പൂവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും പച്ചമുളക് എടുക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പോൾ കിട്ടുന്ന പച്ചമുളകിനൊന്നും എരിവില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമുക്ക് കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ഇതൊക്കെ എടുക്കുക, അതുകൊണ്ടാണ് അളവ് പറഞ്ഞു തരാത്തത്. പിന്നീട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കത്തിരിക്കയാണ് കേട്ടോ. കത്തിരിക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴുതനങ്ങ യൂസ് ചെയ്യുക. വഴുതനങ്ങ മൂത്തതാണെന്നുണ്ടെങ്കിൽ ആ കുരു അങ്ങ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് എടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനും ആ കഷ്ണങ്ങൾക്കെല്ലാം ഉപ്പ് പിടിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കും. ഇതിനകത്തേക്ക് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഇപ്പം ഈ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് വരണം. കുറച്ചിട്ട് ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ നമുക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇഞ്ചി കുറച്ച് ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. നമ്മുടെ പച്ചക്കറി എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമല്ല, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമുക്കിതിൻ്റെ അകത്തേക്ക് വേറെ 2-3 ഐറ്റങ്ങൾ ചേർക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നടുക്ക് ഭാഗത്തേക്ക് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ തക്കാളിക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിക്ക എടുക്കാം. നമ്മളിപ്പോൾ ഒരു തക്കാളിക്ക എടുത്തിട്ടുണ്ട്, മീഡിയം സൈസുള്ള തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. ശേഷം എന്നിട്ട് നമ്മൾ ആ തക്കാളിക്ക് ഒന്ന് ബാക്കിയുള്ള പച്ചക്കറികൾ കൊണ്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ ഇല ചേർത്ത് കൊടുക്കുകയാണ്. സാമ്പാറിൻ്റെ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പാർ ചീരയുടെ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലക്കിൻ്റെയോ നമ്മുടെ പച്ചച്ചീരയുടെയോ ഇല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. സെയിം ടേസ്റ്റിന് നിങ്ങൾക്ക് കിട്ടും. ചൂട് ബെറ്ററായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാമ്പാർ ചീര കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് അതിനെ ഒന്ന് 2-3 മിനിറ്റ് ആവി കയറ്റി എടുക്കുക. അത് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് പൊടികൾ മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിവിടെ മുളക് പൊടിയാണ് ഫസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർക്കുന്നതിൻ്റെ പേടിക്കേണ്ട, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രം നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഈ 2 പൊടികൾ മാത്രമേ നമ്മളിതിന് വേണ്ടിയിട്ട് പൊടികളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി ഇടാനായിട്ട് മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഇലയുടെയൊക്കെ ആ സത്തൊക്കെ ഇറങ്ങി നല്ല കൊഴുപ്പ്
എളുപ്പമുള്ള നല്ല ക്രീമി ആയിട്ടുള്ള വെജിറ്റബിൾ കറി നമുക്ക് കിട്ടും കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ വീഡിയോ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ കറി വെച്ച് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. കണ്ടോ, നമ്മുടെ കറി ഇവിടെ നല്ല തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നിറഞ്ഞിട്ടുള്ള അടിപൊളി കറിയാണ് ഇത്. എന്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.